വിഷുദിനത്തിൽ കുടുംബാംഗങ്ങളെല്ലാം കണി കണ്ട ശേഷം കണി ഒരുക്കിയ ഉരുളി പശുക്കളെ കാണിക്കുന്നത് ഐശ്വര്യമായി കരുതുന്നു. ഇത് പശുക്കൾക്കും ഗോശാലയ്ക്കും പ്രൗഢി നൽകുന്ന ആചാരമായി കണക്കാക്കപ്പെടുന്നു. കണി കണ്ടതിന് ശേഷം ഉരുളിയിലെ കണിക്കുന്ന പഴങ്ങൾ, മറ്റ് മംഗളവസ്തുക്കൾ എന്നിവ പശുക്കളെ കാണിക്കുന്നു. കണി കണ്ട വെള്ളം പശുക്കളെ തളിക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. ഈ ആചാരം കാർഷിക സംസ്കാരത്തിൻ്റെയും പശുക്കളോടുള്ള ആദരവിൻ്റെയും ഭാഗമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് മലയാളികളുടെ വിഷു ആഘോഷം. പുതിയ പ്രതീക്ഷകളുടെയും നന്മകളുടെയും തുടക്കമാണത്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ല ഭാവിയുണ്ടാകാനാണ് ഐശ്വര്യപൂർണമായ വിഷുക്കണി നാം കാണുന്നത്. കണി എന്നാൽ ആദ്യമായി കാണുന്ന കാഴ്ചയാണ്. വിഷുദിനത്തിൽ നാം ആദ്യമായി കാണുന്നത് സമൃദ്ധിയുടെ പ്രതീകമായ വിഷുക്കണിയാണ്. മണ്ണിൻ്റെ മണവുമായി വീണ്ടുമൊരു വിഷുക്കാലം കൂടി. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ ഓർമ്മക്കാഴ്ച തന്നെയാണ് വിഷുക്കണി. മഞ്ഞയണിഞ്ഞ കൊന്നമരക്കൊമ്പിലിരുന്ന വിഷുപ്പക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. തളിരിലകളുടെ കുളിരുമായി എത്തുന്ന ആ കിളിനാദം വിത്തും കൈകൊട്ടും. വിഷുവെന്ന കൃഷി ഉത്സവത്തിൻ്റെ വരവ് കണ്ടും അറിഞ്ഞും മനസ്സിലിരുത്തേണ്ടത് തന്നെയാണ്. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിൽ ഒരുക്കുന്നത്. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞ പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണ്ടിൻ്റെ പിറവി. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ വിഷുക്കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെയാണ്. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി.